ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുവാനായി നമ്മളിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിൽ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ലെമൺ ജ്യൂസ്, 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ടത്തൈര്, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന പാകം. ഫ്രൈ ചെയ്യാനിട്ടിരുന്ന ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് 2 വശവും ഫ്രൈ ചെയ്തെടുത്തു. അധികം ഡീപ്പ് ഫ്രൈ ആയിട്ടുമില്ല, എന്നാൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കോരി മാറ്റേണ്ടത്. ബാക്കി ചിക്കന് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം സവാള നന്നായി സോഫ്റ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം നന്നായി മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ 2 തക്കാളിയുടെ പ്യൂരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി പഴുത്ത മീഡിയം സൈസുള്ള 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചു. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അരിച്ചെടുത്തതാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വരണം. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ദാ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ചേർത്തതിന് ശേഷം ദാ ഇവിടെ മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കസൂരി മെത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് കൂടി ചെറു തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.